മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾ, പ്രത്യേകിച്ച് ഭാരതീയ പൈതൃകത്തിലെ വേദ, പുരാണ, ഇതിഹാസ, ദർശന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിക്കുന്ന സാധാരണക്കാരായ പണ്ഡിതര്, മറ്റ് വിവരങ്ങൾ അവർ പഠിച്ചിട്ടില്ല. ഇത് പഠിക്കാറുണ്ട്, പഠിപ്പിക്കാറുമുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ അത് വായിച്ച് പ്രചരിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ പറയാറുണ്ട്, എല്ലാം വേദത്തിലുണ്ട്, ഇപ്പൊ പറയുന്ന ഈ മിസൈലുകളും വിമാനങ്ങളും എല്ലാം വേദത്തിലുണ്ട് എന്ന് പറയാറുണ്ട്. ആ പറയുന്നത് പദാനുപദം അർത്ഥം നോക്കുകയാണെങ്കിൽ ശരിയല്ല, പക്ഷെ സന്ദേശം നോക്കുകയാണെങ്കിൽ കുറേ ശരിയാണ്. എന്തുകൊണ്ട് അർത്ഥം ശരിയല്ല? ശരിക്കും ഋഗ്വേദത്തിന് 25 ശാഖകളാണുള്ളത്, യജുർവേദത്തിന് 108 ശാഖകൾ, സാമവേദത്തിന് 1001 ശാഖകൾ, 1001 പുസ്തകങ്ങളാണുള്ളത് സാമവേദത്തിന്. ഇതിൽ കുറെ ഇപ്പൊ നഷ്ടപ്പെട്ടു, വളരെ കുറച്ചേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. യജുർവേദത്തിൽ 108 ശാഖകളുണ്ട്, അതിൽ 38 പുസ്തകങ്ങൾ അവൈലബിൾ ആണ്, ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൽ ഋഗ്വേദത്തിന് 25 ശാഖകളുണ്ട്, 4 എണ്ണമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് നഷ്ടപ്പെട്ടു. അഥർവവേദത്തിന് 52 ശാഖകളുണ്ട്, അതിൽ 1 or 2 മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഈ വേദത്തിലെല്ലാം ഉണ്ട് എന്ന പദത്തിന് വേർഡ് ബൈ വേർഡ് മീനിങ് എടുക്കുകയാണെങ്കിൽ ഈ പുസ്തകങ്ങളിൽ അതുണ്ടെന്നാണ് അർത്ഥം. ഈ പുസ്തകങ്ങളിൽ ആ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. പക്ഷെ വേദം എന്ന് പറയുന്ന ആ പുസ്തകങ്ങൾ മാത്രമല്ല. വേദം എന്ന് പറയുന്നത്, ഇപ്പൊ കേരളം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം, ഭാരതം എന്ന് പറയുന്നത് അനവധി സംസ്ഥാനങ്ങളുടെ ആകത്തുകയാണ്. അതേപോലെ വേദം എന്ന് പറയുന്നത് ചിലര് പെട്ടെന്ന് സംസാരിക്കുമ്പോൾ സംസാര ഭാഷയിൽ വേദം എന്ന് പറഞ്ഞാൽ ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം, അങ്ങനെ 4 എണ്ണം. പക്ഷെ യഥാർത്ഥത്തിൽ വൈദിക ഗ്രന്ഥങ്ങൾ, വൈദിക സാഹിത്യം എന്ന് പറയുന്നത് അതിനെയാണ് ശരിക്കും വേദമെന്ന് ബ്രോഡ് സെൻസിൽ പറയാം. ആ വേദത്തില്, ഈ വേദങ്ങൾക്കെല്ലാം ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്, 18ഓളം വലിയ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ആരണ്യക ഗ്രന്ഥങ്ങളുണ്ട്, അത് തന്നെ 11ഓളം വലിയ ആരണ്യക ഗ്രന്ഥങ്ങൾ, ചെറുതുമുണ്ട്. പിന്നെ ഉപനിഷത്തുക്കളുണ്ട്, 108 ഉപനിഷത്തുക്കള്, ഗഹനമായിട്ടുള്ളതുമുണ്ട്, സിമ്പിൾ ആയിട്ടുള്ളതുമുണ്ട്. അപ്പൊ വേദത്തിലുണ്ടെന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിൽ മാത്രമാവണമെന്നില്ല. കണ്ടന്റ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകാം, ആരണ്യക ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകാം, ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവാം. ഇനി ഇത് കഴിഞ്ഞാല് 18 പുസ്തകങ്ങൾ വീതമുള്ള വേദാംഗങ്ങളുണ്ട്. വേദാംഗങ്ങളിതാ ശിക്ഷ, വേദമന്ത്രങ്ങൾ ആലപിക്കുന്ന വൃത്ത നിയമങ്ങളല്ല, ആലാപന നിയമങ്ങള് 18 പുസ്തകങ്ങളാണത്, ശിക്ഷാഗ്രന്ഥങ്ങള്. എന്നിട്ട് വേദാംഗങ്ങളില് രണ്ടാമത്തേത് വ്യാകരണം. ഭാരതത്തിലെ സർവഭാഷകൾക്കും ആവശ്യമായിട്ടുള്ള ഗ്രാമർ വ്യാകരണത്തിലാണ്. അത് വേദത്തിന്റെ അംഗമായിട്ടുള്ള വേദാംഗമാണ്, പക്ഷെ വേദത്തിനകത്തുള്ളതല്ല, വേദത്തിനോട് ചേർന്നുള്ളതാണ്. അപ്പൊ ശിക്ഷാഗ്രന്ഥങ്ങൾ 18, വ്യാകരണ ഗ്രന്ഥങ്ങൾ 18, നിരുക്ത ഗ്രന്ഥങ്ങൾ 18 എണ്ണം ഉണ്ട്. നേരത്തെ ഞാൻ വിവരിച്ചിരിക്കുന്നത് തന്നെയാണ്, ഇത് പുതിയതായിട്ട് വിവരിക്കുന്നതൊന്നുമല്ല. അത് ഈ സംസ്കൃത വാക്കുകളും ഭാരതത്തിലെ ഓരോ ഭാഷയിലെയും ഓരോ വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന എറ്റിമോളജി എന്നോ എൻസൈക്ലോപീഡിയ ഓഫ് വേർഡ്സ് സാൻസ്ക്രിറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഭാഷകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ശിക്ഷാഗ്രന്ഥങ്ങളിലും വ്യാകരണ ഗ്രന്ഥങ്ങളിലും നിരുക്ത ഗ്രന്ഥങ്ങളിലും. പിന്നെ ഛന്ദശാസ്ത്രം, കുമാരനാശാന്റെ വീണപൂവ് മുതൽക്ക് നാരായണ ഗുരുദേവനോ അല്ലെങ്കിൽ എടപ്പള്ളി കവിതകളോ അല്ലെങ്കിൽ ഉള്ളൂരിന്റെ കവിതകളോ, ഞാനിപ്പോ ഒരു കവിത എഴുതുകയാണെങ്കിൽ പോലും ലോകത്തിലെ ഏത് പാപ്പനംകോട് ലക്ഷ്മണൻ ഒരു കവിത എഴുതുകയാണെങ്കിലും അല്ലെങ്കിൽ യൂസഫ് അലി കേച്ചേരി ഒരു കവിത എഴുതുകയാണെങ്കിലും ആ കവിതകളുടെ വൃത്ത നിയമങ്ങൾ മുഴുവനും, കൈതപ്രം എഴുതുകയാണെങ്കിലും നിയമങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഛന്ദശാസ്ത്രം. അതും ഭാഷാശാസ്ത്രം വിവരിക്കുന്ന പുസ്തകമാണ്, അത് വേദാംഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ
അപ്പൊ ഛന്ദശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകം, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, 4 സമഗ്രമായ ഭാഷകളുടെ പ്രയോഗത്തിന്റെ അഗാധതലം മുതൽക്ക് ഇന്നുവരെയുള്ള എല്ലാ നിയമങ്ങളും വിവരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൽപ്പശാസ്ത്രം എന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ വിവരിച്ചിട്ടുണ്ട്. അതിൽ യാഗങ്ങൾ ചെയ്യാനുള്ള സകല വിധികളുണ്ട്. ധർമ്മശാസ്ത്രം ഒരു രാഷ്ട്രം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പൂർണ്ണമായിട്ട് വിവരിക്കുന്നുണ്ട്. 29 ധർമ്മശാസ്ത്രമുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ളത് 4 ഉള്ളൂവെങ്കിലും. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഗൃഹ്യസൂത്രം, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി എങ്ങനെയാ ജീവിക്കേണ്ട, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മകൻ, മകൾ, മരുമകള്, അവരെല്ലാവരും എങ്ങനെയാ ഒരു കുടുംബത്തിൽ ജീവിക്കേണ്ടത് എന്ന് വിവരിക്കുന്ന ഗൃഹ്യശാസ്ത്രമുണ്ട്. ഇപ്പൊ വേദത്തിലെല്ലാം ഉണ്ട് എന്ന് പറയുന്നതിന്റെ വ്യാപ്തി ഇതാണ്. രാഷ്ട്രം ഭരിക്കുന്നതിനെ കുറിച്ച് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളില്, ഒരു ഗ്രന്ഥമല്ല, അതിൽ വിവരിക്കുന്നുണ്ട്. കുടുംബ ജീവിതം എങ്ങനെ നയിക്കണം എന്നതിനെ കുറിച്ച് ഗൃഹ്യസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട്. യാഗയജ്ഞ കർമാദികൾ സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സ്രൗതസൂത്രം വിവരിക്കുന്നുണ്ട്. മരണത്തിന് മുമ്പും മരണം നടക്കുമ്പോഴും മരണത്തിന് ശേഷവുമുള്ള പിതൃമേധ സൂക്തങ്ങള്, അത് വലിയ ഗ്രന്ഥമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വേദത്തിന്റെ ഭാഗമാണ്, വേദാംഗത്തിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് ജ്യോതിഷം വരുന്നുണ്ട് 6ാമത്തെ വേദാംഗമായിട്ട്. അല്ല, അസ്ട്രോണമി പ്യൂർ മാത്തമാറ്റിക്സ് ആണ്, വേദാംഗത്തിന്റെ ഭാഗമാണ്. പിന്നെ ഗണിതം, അതും പ്യൂർ മാത്തമാറ്റിക്സ്. അസ്ട്രോണമി പ്യൂർ സയൻസ്, ഗണിതം പ്യൂർ സയൻസ്. 1000കണക്കിന് പുസ്തകങ്ങൾ കേരളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഭാരതത്തിൽ ഇപ്പം എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവുക? തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തുള്ള കേരള യൂണിവേഴ്സിറ്റിയിലെ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി പോയാൽ എത്രയാ ഗ്രന്ഥങ്ങളുള്ളത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഓർമ്മിക്കുക, ഔറംഗസീബ് വാരണാസി ശിവക്ഷേത്രത്തിന്റെ മുമ്പില് ഭാരതത്തിലെ സർവ്വതാളിയോല ഗ്രന്ഥങ്ങളെ കത്തിക്കാൻ ശ്രമിച്ച ഒരു ഏറ്റവും വെറിയനായിട്ടുള്ള മനുഷ്യനാണ് ഔറംഗസീബ്. ആ ഔറംഗസീബ് ഈ ഗ്രന്ഥങ്ങളെല്ലാം കൊണ്ടുവന്ന് വാരണാസി ശിവക്ഷേത്രത്തിന്റെ മുമ്പിൽ കത്തിച്ച് 186 ദിവസം തീ കെടുത്താതെ നിലനിന്നിരുന്നു. തീ കെടാതെ. ഇംഗ്ലീഷുകാർ നശിപ്പിച്ചില്ല, മുഴുവനും അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. എത്രത്തോളം കപ്പലുകളിലാക്കി അവരുടെ നാട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. മാനുസ്ക്രിപ്റ്റ് ടൺ കണക്കിന്, 1000കണക്കിന് ടൺ കണക്കിന് ഗ്രന്ഥങ്ങൾ അവർ കട്ടുകൊണ്ടുപോയി. 2 വിദേശികൾ ഇവിടെ വന്ന് ചെയ്തത്, വിദേശികളായി വന്ന മുസ്ലിങ്ങളും വിദേശികളായി വന്ന ക്രിസ്ത്യാനികളും ചെയ്തത് ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് കത്തിച്ച് നശിപ്പിച്ചു, മറ്റൊന്ന് ഇവിടേക്ക് വരാത്ത വിധത്തിൽ അവർ കൊണ്ടുപോയി. അപ്പോൾ ഈ ഗണിതശാസ്ത്രം എന്ന് പറയുന്ന ശാഖ, എത്രയാ ഗ്രന്ഥങ്ങൾ ഇപ്പോഴും ഉള്ളത്, പണ്ട് മാത്രമല്ല ഇപ്പോഴും ഉണ്ട്. പിന്നെ പ്രഡിക്ഷൻ പാർക്ക്, അപ്പൊ ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടത്, അതും വേദത്തിലെ ജ്യോതിഷം എന്ന് പറയുന്ന വേദാംഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ വേദത്തിൽ ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളുണ്ട്, തീർന്നില്ല. വേദത്തിന് ഉപവേദമുണ്ട്. ഇപ്പൊ ഋഗ്വേദത്തിന്റെ ഉപവേദം അർത്ഥശാസ്ത്രം 18 പുസ്തകമാണ്. എക്കണോമിക്സ് എന്ന വിഷയം വേദത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് അത് ഉപവേദമായതുകൊണ്ടാണ്. ധനുർവേദം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സർവ്വവിധ നിയമങ്ങളും യുദ്ധ ഉപകരണങ്ങളും ധനുർവേദത്തിലുണ്ട്. അത് വേദത്തിന്റെ ഉപവേദമാണ്. യജുർവേദത്തിന്റെ ഉപവേദമായിട്ട് വരുന്നതാണ്. സാമവേദത്തിന്റെ ഉപവേദമായിട്ട് വരുന്നു ഗാന്ധർവവേദം. സകല സംഗീത നിയമങ്ങളും രാഗങ്ങളും താളങ്ങളും പല്ലവികളും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സംഗീത ഉപകരണങ്ങളുടെ അടിസ്ഥാന സത്യങ്ങൾ, മെംബ്രെയിൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, സ്ട്രിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ മെംബ്രെയിൻ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, വിൻഡ് ഇൻസ്ട്രുമെന്റ്. 3 3 ഹെഡിങ്ങിൽ തന്നെയാണ് സംസ്കൃതത്തിൽ വരിക. അപ്പൊ ഇതിനെക്കുറിച്ച് അഗാധമായിട്ട് ആയിരക്കണക്കിന് സംഗീത ഉപകരണങ്ങൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പണ്ടുണ്ടായിരുന്നത് അതേപോലെയും ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കുറേയധികം റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് വേദത്തിന്റെ ഭാഗമാണ്. സാമവേദത്തിന്റെ ഉപവേദമാണ്. ആയുർവേദം എന്ന് പറയുന്ന അഥർവവേദത്തിന്റെ ഉപവേദമാണ്. ധന്യമായിട്ടുള്ള ഋഷിവര്യന്മാരെ എഴുതിയതാണ്. വേള സംഹിത, ചരക സംഹിത, സുശ്രുത സംഹിത. പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ ഉള്ളത് സുശ്രുത സംഹിതയിലുണ്ട്. വേദത്തിന്റെ ഉപവേദമാണത്. വാസ്തുവിദ്യ, സിവിൽ എഞ്ചിനീയറിംഗ് അഥർവവേദത്തിന്റെ ഉപവേദമാണ്. അതുപോലെ കാമശാസ്ത്രം, സെക്സ് ഉൾപ്പെടെ ഉള്ളത് അതും അഥർവവേദത്തിന്റെ ഉപവേദമാണ്. ഗാന്ധർവവേദത്തിന്റെ ഉപവേദമാണെന്നും പറയാറുണ്ട്, സമവേദത്തിൻ്റെത്. അപ്പൊ ഇതെല്ലാം വേദം, വേദാംഗം, ഉപവേദം, ഉപാംഗം. ഇനി
വേദത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഉപാംഗങ്ങളുണ്ട്. അതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും. അപ്പൊ ഇതെല്ലാം വേദപുരുഷൻ, വേദത്തിനെ ഒരു മനുഷ്യനായിട്ട് കാണുകയാണെങ്കിൽ ആ വേദത്തിന്റെ വ്യത്യസ്ത ശരീരങ്ങളായിട്ടാണ് ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് ഇതെല്ലാം വേദത്തിലുണ്ട് എന്ന്. പിന്നെ 6 ദർശനങ്ങളുണ്ട്: പൂർവമീമാംസ, ഉത്തരമീമാംസ, അതുപോലെ യോഗ, വൈശേഷികം, ന്യായശാസ്ത്രം തുടങ്ങിയ 6 ദ്വൈതാദ്വൈതം ഉൾപ്പെടെയുള്ള 6 ദർശനങ്ങൾ, വിഷൻസ്, ഫിലോസഫി എന്നല്ല ഞാൻ പറയേണ്ടത്, വിഷൻസ്, ദർശനങ്ങളുണ്ട്. ആ ഭാഗവും വേദത്തിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്നു. പിന്നെ ഏത് തരം പുസ്തകം എടുത്താലും ഇൻഡയറക്ട്ലി അതെല്ലാം വേദത്തിൽ കണക്റ്റഡ് ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാം വേദത്തിലുണ്ടത്. സർവേ വേദപ്രതിഷ്ഠിതം, എല്ലാം വേദത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വേദം എന്ന വാക്കിന് വേറൊരർത്ഥം അറിവ്, വിദ്യ, അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അപ്പൊ എല്ലാം വേദത്തിലുണ്ട് എന്നൊരു പദപ്രയോഗം വരാനുള്ള കാരണം അതാണ്. പക്ഷെ എല്ലാം വേദത്തിന്റെ ഇൻഡിവിജ്വൽ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും ഗഹനമായിട്ടുള്ള സത്യമാവില്ല. വേദങ്ങള്, വേദാംഗങ്ങള്, ഉപവേദങ്ങള്, ഉപാംഗങ്ങള്, ദർശനങ്ങള്, ഇങ്ങനെയുള്ള വൈദിക സാഹിത്യവുമായിട്ട് ചേർന്നിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. ഓരോന്നും ഓരോന്നായിട്ട് വികസിച്ചു. ഗുരുക്കന്മാർ വികസിപ്പിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ശിഷ്യന്മാർ വീണ്ടും അതിനെ വികസിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഭാരതത്തിൽ ഇത്രയും ഗ്രന്ഥങ്ങൾ ഉണ്ടായത്. ആരെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഭാരതം മരിക്കാതിരിക്കാനും ഈ ഗ്രന്ഥങ്ങൾ നശിക്കാതിരിക്കാനും കാരണം അത് പ്രകൃതി നിയമവും പ്രകൃതി സത്യവുമായതുകൊണ്ട് തന്നെയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.